നമസ്കാരം. പ്രധാന വാർത്തകൾ. കനത്ത മഴ തുടരുന്നു. പാലക്കാട് വീട് തകർന്ന് അമ്മയും മകനും ദാരുണാന്ത്യം. ആലത്തൂർ സ്വദേശികളായ സുലോചന, രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. മഴയിൽ ചെറുപ്പശ്ശേരി ടൗണിലെ പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. മണ്ണാർക്കാട് മരം വീണ് വീടുകൾ തകർന്നു. മഴ കനത്തതോടെ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. 3 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. പുഴയുടെ ഇരുകരയിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. കഴിഞ്ഞ ദിവസം അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്രം മുഷാവറാംഗവും സമസ്ത പാലക്കാട് പ്രസിഡന്റുമായ സെയ്ദ് KPC തങ്ങളുടെ ഭൗതിക ശരീരം വല്ലപ്പുഴ നജാത്ത് ക്യാമ്പസിൽ കബറടക്കി. കനത്ത മഴയിലും നിരവധി പേരാണ് തങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. ജനങ്ങളുടെ സ്വൈര്യജീവിതത്തെ ബാധിക്കുന്ന ക്വാറിക്കെതിരെ സമരം. എടത്തനാട്ടുകര ക്വാറി ക്രഷർ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ അലനല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ നടത്തി. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ ക്വാറികളും കാരണമാകുന്നുണ്ടെന്ന് സാഹിത്യകാരൻ KP പയ്യനേടം. പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത ആസാം പെൺകുട്ടിയെ പെരിന്തൽമണ്ണയിൽ എത്തിച്ച് പീഡിപ്പിക്കുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. ആസാം സ്വദേശി ജാഹിദുൽ ഇസ്ലാം, തച്ചനാട്ടുകര സ്വദേശി ഷഹനാസ് ഷിബിൻ എന്നിവരാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ പാലക്കാട് വീടിടിഞ്ഞു വീണ് അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം. കിടപ്പ് രോഗിയായ അമ്മയും ശുശ്രൂഷിക്കാൻ നിന്നിരുന്ന മകനുമാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. പാലക്കാട് കൊട്ടേക്കാടാണ് ദാരുണ സംഭവം നടന്നത്. വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു ഇരുവരും. അയൽവാസികൾ രാവിലെയാണ് ഞെട്ടിക്കുന്ന സംഭവം അറിയുന്നത്. കൊട്ടേക്കാട് കോടക്കുന്ന് വീട്ടിൽ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരണപ്പെട്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന എത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇവർ മരണപ്പെട്ടിരുന്നു. ഇരുവരുടെയും മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച പുലർച്ചെ പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായത്. പുലർച്ചെ ഉണ്ടായ മഴയിലാകാം വീടിന്റെ പുറംഭാഗം ഇടിഞ്ഞു വീണതെന്നാണ് നിഗമനം. പ്രാദേശിക ഭരണകൂടം ഇവരുടെ വീടിന്റെ അവസ്ഥ കണ്ട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇവർ അത് കേട്ടിരുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കനത്ത മഴയിൽ ചെറുപ്പശ്ശേരി ടൗണിലെ പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. പുത്തനാൽക്കൽ ക്ഷേത്രപ്പറമ്പിന് സമീപത്തെ പഴയ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ചൊവ്വാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയിലാണ് ചെറുപ്പശ്ശേരി നഗരത്തിൽ പുത്തനാൽക്കൽ ക്ഷേത്രപ്പറമ്പിന് സമീപമുള്ള പൊതുകിണറിന്റെ പടവുകൾ 2 മീറ്ററിലധികം ഇടിഞ്ഞു താഴ്ന്നത്. 50 വർഷത്തിലധികം പഴക്കമുള്ള കിണർ വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. നഗര നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായ അഴുക്കുചാൽ നിർമ്മാണത്തിനും മറ്റുമായി കിണറിന്റെ സമീപത്ത് വലിയ തോതിൽ മണ്ണിളക്കിയിരുന്നു. ഇതായിരിക്കാം കിണർ ഇടിയാൻ കാരണമെന്ന് കരുതുന്നു. രാവിലെ ആയതിനാൽ പരിസരത്ത് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കനത്ത മഴയിൽ മണ്ണാർക്കാട് വ്യാപക നാശനഷ്ടം. മരം വീണ് വീടുകൾ തകർന്നു. പുഴയോരത്തെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. കുമരംപുത്തൂരിൽ ആയിരക്കണക്കിന് വാഴകൾ നശിച്ചു. കുന്തിപ്പുഴയും നെല്ലിപ്പുഴയും കരകവിഞ്ഞു. തിങ്കളാഴ്ച രാത്രി തുടങ്ങിയ മഴ ചൊവ്വാഴ്ചയും തുടരുകയാണ്. മലയോര പ്രദേശങ്ങളിലും ശക്തമായ മഴയാണ്. മണ്ണാർക്കാട് പെരുമ്പടാരിയിൽ കാഞ്ഞിരംപാടം തറവാട്ടിന് മുകളിൽ മരം വീണ് വീടിനു കേടുപാട് സംഭവിച്ചു. അപകട സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. കുമരംപുത്തൂർ പയ്യനടം വെള്ളപ്പാടം അമ്പാടത്ത് ഖലീലിന്റെ വീടിനു മുകളിൽ തെങ്ങ് വീണു. പയ്യനടം മേപ്പാട്ട് ലക്ഷ്മിക്കുട്ടിയുടെ വീടിനു മുകളിൽ റബ്ബർ മരം വീണ് തകർന്നു. ആളപായമില്ല. അട്ടപ്പാടി റോഡിൽ തെങ്ങര ചിറപ്പാടത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കോൽപ്പാടത്ത് കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. കുമരംപുത്തൂരിൽ നിരവധി കർഷകരുടെ വാഴകളാണ് നശിച്ചത്. വെള്ളപ്പാടം തരിശിൽ കാരാട്ടുകുടിയിൽ തമ്പാൻ, മൈലങ്കോട്ടിൽ യൂസഫ്, നെടുങ്ങോട്ടിൽ കൃഷ്ണൻ എന്നിവരുടെ ഓണത്തിന് വെട്ടാനുള്ള വാഴകളാണ് നശിച്ചത്. വായ്പയെടുത്തും സ്വർണം പണയം വെച്ചും കൃഷിയിറക്കിയവരാണ് പലരും. കൃഷി നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷകർ പറഞ്ഞു. ഷെയറായിട്ട് 2000 വാഴ വെച്ചതാണ്. അതിലൊരു 1000 വായോളം ഇന്നലത്തെ രാത്രിയിലെ കാറ്റിന് പോയി. അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും സ്വർണം പണയം വെച്ചിട്ടും വെച്ച വാഴയാണ്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം കിട്ടുന്ന കുട്ടിയാണ് എഴുതി കൊടുക്കേണ്ടത്. അത് നല്ല നഷ്ടപരിഹാരം സർക്കാർ തരണം. ഇത് കുന്തിപ്പുഴയിൽ വെള്ളമില്ലാത്തത് കൊണ്ട് നേരം വെക്കുന്നവരെ ഉറക്കളച്ച് വെള്ളം പരത്തി ഉണ്ടാക്കിയ വാഴയാണ്. പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് കർഷക സംഘടനാ നേതാക്കളായ N മണികണ്ഠൻ, SR ഹബീബുള്ള, സുധീഷ് കുമാർ എന്നിവർ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി
ഉണ്ടായിട്ടുള്ള കനത്ത മഴയും കാറ്റിലും ഇവിടുത്തെ കൃഷ്ണേട്ടൻ്റെയും അതുപോലെ യൂസഫ് തുടങ്ങിയ കർഷകരുടെ ആയിരക്കണക്കിന് വാഴകളാണ് നശിച്ചു പോയിട്ടുള്ളത്. വളരെ ദയനീയമായൊരു കാഴ്ചയാണ്. ഈ ഓണത്തിന് വെട്ടിപ്പോണ്ട വാഴയാണ്. അത്യാവശ്യം മര്യാദയിൽ വില കർഷകന് കിട്ടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ. ഈ സമയത്താണ് ഇങ്ങനെ ഒരു കൊടും ക്രൂരത പ്രകൃതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് കർഷക സംഘത്തിൻ്റെ അഭിമുഖത്തിൽ പറയുമ്പോൾ ഈ കൃഷിക്കാർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം വലിയ വില കിട്ടുന്നൊരു സാഹചര്യമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ഈ വാഴ കർഷകർ രക്ഷപ്പെടുന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പ്രയാസം ഉണ്ടായത്. അതുകൊണ്ട് അവർക്ക് ശരിക്ക് ഈ നഷ്ടത്തിന് ആധാരമായ നഷ്ടത്തിനനുസൃതമായ നഷ്ടപരിഹാരം ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് കിട്ടണം. അതിനാവശ്യമായ എല്ലാ നീക്കങ്ങളിലും കേരള കർഷക സംഘത്തിൻ്റെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ബന്ധപ്പെട്ട ആളും അതിലുണ്ടാവും കൂടെ എന്നാണ് പറയാനുള്ളത്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുകയും ചെയ്യും. മഴ കനത്തതോടെ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. 3 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഷട്ടറുകൾ തുറന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് 3 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം തുറന്നത്. ബുധനാഴ്ച തുറക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നെങ്കിലും മഴ ശക്തമായതോടെ ചൊവ്വാഴ്ച തന്നെ തുറക്കുകയായിരുന്നു. പുഴയുടെ ഇരുകരയിലുമുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റിനെതിരെ UDFിലെ ഒരു വിഭാഗം അംഗങ്ങൾ അവിശ്വാസത്തിന് നോട്ടീസ് നൽകി. 21 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ മുസ്ലിം ലീഗിലെ 6 പേരും കോൺഗ്രസിലെ 1 അംഗവും ഉൾപ്പെടെ 7 പേർ ഒപ്പിട്ട നോട്ടീസാണ് വരണാധികാരിക്ക് നൽകിയിട്ടുള്ളത്. പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനുള്ള പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സലിനെ മുസ്ലിം ലീഗിന്റെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി മുസ്ലിം ലീഗിൽ തർക്കം ഉയർന്നതിനെ തുടർന്ന് നേതൃത്വമെടുത്ത തീരുമാനപ്രകാരം ആദ്യ ടേമിൽ CT നൌഷാദ് അലിയായിരുന്നു പ്രസിഡന്റ്. സംസ്ഥാന ജില്ലാ നേതൃത്വ തീരുമാനപ്രകാരം CT നൌഷാദ് അലി രാജിവെച്ചതോടെ KT അഫ്സൽ തുടർന്ന് പ്രസിഡന്റായി. ശേഷിക്കുന്ന കാലയളവിൽ MP മജീദിനെ പ്രസിഡന്റാക്കണമെന്ന് ആവശ്യപ്പെട്ട് ലീഗിലെ ഒരു വിഭാഗം നേതൃത്വത്തെ സമീപിക്കുകയായിരുന്നു. KT അഫ്സൽ സ്ഥാനം ഒഴിയണമെന്ന് കഴിഞ്ഞ മെയ് മാസത്തിൽ ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം സ്വീകരിക്കാത്തതിനെ തുടർന്ന് KT അഫ്സലിനെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അഫ്സലിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മുസ്ലിം ലീഗിലെ 6 പേരും ഒരു കോൺഗ്രസ് അംഗവും ഉൾപ്പെടെ 7 പേർ ചേർന്ന് അവിശ്വാസത്തിന് നോട്ടീസ് നൽകി. വരണാധികാരിയായ പെരിന്തൽമണ്ണ BDOയ്ക്കാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 21 അംഗ ഭരണസമിതിയിൽ മുസ്ലിം ലീഗ് 13, കോൺഗ്രസ് 1, CPM 7 എന്നിങ്ങനെയാണ് കക്ഷിനില. KT അഫ്സലിനെ പിന്തുണയ്ക്കുന്ന UDF അംഗങ്ങളുമുണ്ട് ഭരണസമിതിയിൽ. എന്നാൽ CPM അംഗങ്ങളുടെ നിലപാട് നിർണായകമാകും. 5 വർഷവും തന്നെ പ്രസിഡന്റാക്കാനാണ് ആദ്യം നേതൃത്വം തീരുമാനിച്ചതെന്നും മൂന്നാമതൊരാൾക്ക് സ്ഥാനം കൈമാറാൻ ധാരണ ഇല്ലെന്നാണ് KT അഫ്സലിന്റെ നിലപാട്. അടുത്ത ദിവസം അവിശ്വാസ പ്രമേയത്തിൽ വരണാധികാരി നടപടികൾ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം അന്തരിച്ച സമസ്ത കേന്ദ്ര മുഷവറ അംഗം KPC തങ്ങളുടെ ഭൗതിക ശരീരം വല്ലപ്പുഴ നജാത്ത് ക്യാമ്പസിൽ ഖബറടക്കി. കനത്ത മഴയിലും നിരവധി പേരാണ് തങ്ങൾക്ക് അന്തിമോപചാരമർപ്പിക്കാനും ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാനും എത്തിയത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷവറ അംഗവും സമസ്ത പാലക്കാട് ജില്ലാ പ്രസിഡന്റും നിരവധി മഹല്ലുകളുടെ ഗാസിയുമായിരുന്നു KPC തങ്ങൾ വല്ലപ്പുഴ. ജാതി മതഭേദമന്യേ ഏവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന KPC തങ്ങൾ ആത്മീയ മേഖലയിൽ അനേകായിരങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ്, പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജ് തുടങ്ങി നിരവധി മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാരവാഹിയാണ് KPC തങ്ങൾ. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി 25 വർഷക്കാലം ദർസ് നടത്തിയ തങ്ങൾക്ക് അനേകായിരം ശിഷ്യഗണങ്ങളുമുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ അന്തരിച്ച തങ്ങളുടെ ഭൗതിക ശരീരം വീട്ടിലും തുടർന്ന് വല്ലപ്പുഴ ക്യാമ്പസിലും പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ തങ്ങൾ പ്രിൻസിപ്പളായിരുന്ന വല്ലപ്പുഴ ദാറുന്നജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സിൽ ഖബറടക്കി. മത, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ KPC തങ്ങൾക്ക്
അന്തിമോപചാരം അർപ്പിക്കാൻ വല്ലപ്പുഴയിലെത്തി. കനത്ത മഴയിലും ഒട്ടനവധി പേരാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും തങ്ങളുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയത്. പ്രവർത്തന മേഖലയിൽ വഴികാട്ടിയും വിളക്കുമായിരുന്ന തങ്ങളുടെ വിയോഗം സഹയാത്രികരെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ, നമ്മുടെ ഈ രാജ്യം, ഇവിടുത്തെ ഐക്യം, ഇവിടുത്തെ അഖണ്ഡത, ഇവിടുത്തെ മതസൗഹാർദ്ദം, ഇതിനൊക്കെ വേണ്ടി വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ മാനവികതക്കും മതസൗഹാർദ്ദത്തിനും സാമൂഹ്യ നന്മക്കും വേണ്ടി ബഹുമാനപ്പെട്ടവർ പ്രവർത്തിച്ചു. ഈ മക്കളോടൊക്കെയുള്ള നിരന്തര ഉപദേശം അങ്ങനെ ഒരു നല്ല സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു. വല്ലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദ രംഗത്തൊക്കെ വളരെ താല്പര്യം പ്രകടിപ്പിച്ച ഒരാളാണ്. നാനാജാതി മതക്കാരുമായി ബന്ധപ്പെട്ട് അവരോടൊക്കെ വലിയ സ്നേഹം പ്രകടിപ്പിച്ച, തങ്ങളെ കാണാൻ വേണ്ടി പല ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തങ്ങളെ സന്ദർശിക്കുകയും ഉപദേശങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ആശീർവാദത്തിനും വേണ്ടി വരിക പതിവായിരുന്നു. നമുക്ക് വലിയൊരു നഷ്ടമാണ്. പണ്ഡിത ലോകത്തിന്, പാലക്കാട് ജില്ലക്ക്, അതേപോലെ നമ്മുടെ നാടിന്, വല്ലപ്പുഴ പ്രദേശത്തിനൊക്കെ ഒരു വലിയ നഷ്ടമാണ്. ഈ ദുഃഖത്തിൽ ഒരുപാട് പ്രഗത്ഭരായ സാധാത്തുക്കളും പണ്ഡിതന്മാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊക്കെ വീട്ടിൽ വന്ന് കുടുംബത്തിൽ അനുശോചിച്ചു. എല്ലാവരോടൊപ്പമുള്ള അനുശോചനത്തിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെയും അതേപോലെ പ്രസ്ഥാനത്തിൻ്റെയും സമസ്തയുടെയും ഒക്കെ അനുശോചനവും രേഖപ്പെടുത്തുന്നു. രണ്ട് പ്രത്യേകതയുണ്ട് മഹാനവറുകൾക്ക്. ഒന്ന്, പ്രവാചക പരമ്പരയിലെ ഈ കാലഘട്ടത്തിലെ ഒരു കണ്ണി എന്ന നിലക്ക്, അതോടൊപ്പം തന്നെ അദ്ദേഹം പണ്ഡിതനും കൂടിയാണ്. അത് രണ്ടും കൂടി കൂടുന്ന ഒരു പ്രത്യേകതയുണ്ട്. സയ്യിദുമാണ്, ആലിമുമാണ്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെയും ആലിമീങ്ങളാക്കി എന്നത് മറ്റൊരു കാര്യം. അതുപോലെ ഈ ദാറുൻ നജാത്ത് സ്ഥാപനത്തിൻ്റെ തലശ്ശേരി MSA യതീംഖാനയുടെ ജനറൽ സെക്രട്ടറി, അങ്ങനെ ഒട്ടേറെ സാമൂഹിക പദവികളും നേതൃത്വ നിരയിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെയും മതകീയമായ ആത്മീയമായ എല്ലാ രംഗത്തും നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് തങ്ങളവറുകൾ. സാധാരണ പറയാറുണ്ട്, പണ്ഡിതന്മാരുടെ മരണം ലോകത്തിൻ്റെ മരണമാണെന്ന്. ആ അർത്ഥത്തിൽ വിട പറഞ്ഞു പോയ സയ്യിദ് KPC തങ്ങളുടെ വിയോഗം നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഒക്കെ വലിയ നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സന്തോഷമാക്കി കൊടുക്കട്ടെ. KPC തങ്ങളുടെ നിര്യാണത്തിൽ വല്ലപ്പുഴയിൽ അനുശോചന യോഗം ചേർന്നു. PK ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയലേക്കടി ഉദ്ഘാടനം ചെയ്തു. ഖബറടക്കത്തിനു ശേഷം വല്ലപ്പുഴ ദാറുൻ നജാത്ത് ക്യാമ്പസിൽ വെച്ചാണ് അനുശോചന യോഗം ചേർന്നത്. അള്ളാഹുവിന്റെ അപാരമായ തോഫീഖ് കൊണ്ട് വലിയ സൗഭാഗ്യം കിട്ടിയതാണ് അദ്ദേഹം. 10-25 കൊല്ലത്തോളം ഇദ്രീസിന്റെ വഴി തന്നെ ഇപ്പോഴും അവസാനം ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴും കുറെ കാലം തുറക്കുന്ന ഒരു ട്രഷററാണ്, ഇപ്പോൾ ജനറൽ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട ബീരാനാജി. ഇവരൊക്കെ ബഹുമാനപ്പെട്ട സീതമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ പല കാര്യങ്ങൾക്കും ഊർജ്ജം നേടിയെടുത്തവരാണ്. ഇരിക്കുന്ന കൂട്ടത്തിലൊക്കെ ചില്ലറക്കാരല്ല. ബഹുമാനപ്പെട്ട സമസ്തകളെ ജനകീയമായി സ്നേഹിച്ചുകൊണ്ട് അതിനെ ആദരിച്ചുകൊണ്ട് മഹാന്മാരുടെ സാധാർത്ഥ്യങ്ങളുടെയും ഉലമാക്കളുടെയും നേതൃത്വം പൂർണ്ണമായി അംഗീകരിച്ചവർക്ക് നിർദ്ദേശം പാലിച്ചുകൊണ്ടൊക്കെ വിവിധങ്ങളായ ബന്ധത്തിൽ വ്യാപൃതരാവാൻ തോന്നിയിട്ട് ലഭ്യമായ ആൾക്കാരാണ്. PK ആറ്റക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. CM സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, ബഷീർ ഫൈസി ദേശമംഗലം, മാനു മുസ്ലിയാർ വല്ലപ്പുഴ, സെയ്തലവി ദാരിമി മുളയങ്കാവ്, മംഗലശ്ശേരി ബീരാൻ ഹാജി, കാജ ദാരിമി ദൂത, ബഷീർ കമാലി ഫൈസി മോളൂർ തുടങ്ങിയവരും മറ്റു പ്രമുഖരും പങ്കെടുത്ത് സംസാരിച്ചു. പോക്സോ കേസിൽ ആസാം സ്വദേശിയും മലയാളി യുവാവും പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ. ആസാം സ്വദേശി ജാഹിദുൽ ഇസ്ലാം, തച്ചനാട്ടുകര സ്വദേശി കൂരിക്കാടൻ മുഹമ്മദ് ഷഹനാസ് ഷിബിൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത ആസാം പെൺകുട്ടിയെ അടുപ്പം നടിച്ച് പെരിന്തൽമണ്ണയിൽ എത്തിച്ച് പീഡിപ്പിക്കുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്ത കേസിലാണ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത്. പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വശീകരിച്ച് പെരിന്തൽമണ്ണയിലെത്തിച്ച് ലൈംഗിക ചൂഷണം ചെയ്യുകയും പീഡനത്തിന് സൗകര്യമൊരുക്കി മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്ത കേസിലാണ് പെരിന്തൽമണ്ണ പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്. ആസാം സ്വദേശി ജാഹിദുൽ ഇസ്ലാം, തച്ചനാട്ടുകര സ്വദേശി കൂരിക്കടൻ രായിൻ്റെ മകൻ മുഹമ്മദ് ഷഹനാസ് ഷിബിൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാസങ്ങൾക്കു മുൻപ് പെരിന്തൽമണ്ണയിലെത്തിച്ച പെൺകുട്ടിയെ വാടക ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് താമസിപ്പിച്ച് പീഡനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. വിശ്വസിച്ച് കൂടെ പോന്നവന്റെ പീഡനത്തെ തുടർന്ന്
ഗർഭിണിയായ യുവതി ആശുപത്രിയെ സമീപിച്ചതോടെയാണ് സംഭവത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. 2 പേരെ പിടികൂടുകയും ചെയ്തു. കേസിൽ ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും അറസ്റ്റ് ചെയ്ത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം ഊർജിതമാക്കുമെന്നും സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ അറിയിച്ചു. ASI അനിത, SCPOമാരായ ഷജീർ, സത്താർ, CPO സൽമാൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. എടത്തനാട്ടുകര കോറി ക്രഷർ വിരുദ്ധ സമിതി അലനല്ലൂർ പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. പരിസ്ഥിതി പ്രവർത്തകനും സാഹിത്യകാരനുമായ KP സ്പൈനടം ധർണ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി നേതാക്കൾ പഞ്ചായത്ത് അധികൃതർക്ക് മെമ്മോറാണ്ടം നൽകി. എടത്തനാട്ടുകരയിലെ കോട്ടപ്പള്ള, ചൂരിയോട്, മണ്ഡപക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പ്രതിസന്ധി തീർക്കും വിധമാണ് കോറികളുടെ പ്രവർത്തനമെന്ന് ആരോപിച്ചാണ് കോറി ക്രഷർ വിരുദ്ധ സമിതി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. കണ്ണംകുണ്ട് റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പഞ്ചായത്തിനു മുൻപിൽ പോലീസ് തടഞ്ഞു. ഇതോടെ സമരക്കാർ ഏറെ നേരം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന ധർണ പരിസ്ഥിതി പ്രവർത്തകനും സാഹിത്യകാരനുമായ KP സ്പൈനടം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കുറെ ആളുകൾ വിചാരിച്ചാൽ ഈ സഹ്യപർവ്വതം മുഴുവൻ തുരന്നെടുത്ത് ഇത് വെറും ഒരു മൺതിട്ടാക്കി മാറ്റാൻ സാധിക്കും. അവർക്ക് കോടികൾ ഉണ്ടാക്കാം. നോക്കൂ, 10,000-ലധികം കോറികളാണ് കേരളത്തിലെ ഈ മലയോരങ്ങളിൽ മുഴുവൻ ഉള്ളത്. ഏതാണ്ട് 1000-ൽ താഴെ മാത്രം കോറികൾക്കാണ് നിയമപരമായ അംഗീകാരമുള്ളത്. അനധികൃതമായ കോറികൾ ആയിരക്കണക്കിന് ഈ സഹ്യപർവ്വതത്തെ തുരന്ന് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. കോറികൾക്കെതിരെ സംസാരിക്കുമ്പോൾ കോറി ഉടമകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള സമരമാണ്. ഈ കോറി ഉണ്ടാക്കുന്ന ആളുകൾ പണം കൊണ്ട് മാത്രം ജീവിക്കാമെന്ന് അഹങ്കരിക്കരുത്. സമരസമിതി ചെയർമാൻ അബ്ദുറസാഖ് ആലക്കൽ അധ്യക്ഷനായി. വിണ്ടുകീറി അപകടത്തിലായ നിരവധി വീടുകൾ പ്രദേശങ്ങളിലുണ്ട്. ഈ വിധത്തിൽ ഇനിയും കോറി തുടരാൻ അനുവദിക്കില്ലെന്ന് സമരക്കാർ പറഞ്ഞു. വീടുകളെന്ന് പറഞ്ഞാൽ കണ്ടമാനം വീടുകളായി. ഞാനിപ്പോൾ ഒരു വീട് കയറ്റിയിട്ട് 1 വർഷം കഴിഞ്ഞുള്ളൂ. എൻ്റെ വീട് 5 സ്ഥലം പൊട്ടിയിട്ടുണ്ട്. അതേമാതിരി അതിൻ്റെ മുമ്പൊക്കെ കയറ്റിയ വീടുകൾ എത്ര പൊട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ നമുക്ക് ഈ ബന്ധപ്പെട്ട അധികാരികൾ വന്ന് കണ്ടതാണ്. നമ്മളെ പഞ്ചായത്തിൽ നിന്നും അതേമാതിരി പിന്നെ മണ്ണാർക്കാട്ടിൽ നിന്നും ഒരുപാട് അധികാരികൾ വന്ന് കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കോറി ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതിനിപ്പോൾ എത്ര ലോഡാണെങ്കിലും ഒരു ലോഡാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇനി പാടില്ല. മുഴുവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സമരക്കാരുടെ കൂടെയാണ്. നിലവിലുള്ളത് കൂടാതെ പുതുതായി ആരംഭിക്കാനിരിക്കുന്ന 5 കോറിക്ക് ഗ്രാമപഞ്ചായത്ത് അനുമതി നൽകിയിട്ടില്ലെന്നും പഞ്ചായത്ത് അധ്യക്ഷ PP സജന സത്താർ പറഞ്ഞു. പഞ്ചായത്ത് ഇവരെ വിളിച്ച് സംസാരിക്കുകയും അവരോട് ഈ ജനജീവിതത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായി സംസാരിക്കുക ചെയ്തിട്ട് പോലും അതിനെതിരെ അവർ നിർത്താൻ പോകാത്തൊരു സാഹചര്യം കൊണ്ടാണ് ജനങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിലേക്ക് ഈ ഒരു രീതിയിലേക്ക് ഇറങ്ങാൻ വന്നിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ പറയാനുള്ളത്, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 23 മെമ്പർമാരും ഈ ഒരു കോറിയുടെ ജനങ്ങളുടെ ഏതൊറ്റം വരെ ഈ ഒരു ഓരോ അവസാന വ്യക്തിയും ഇതിനെതിരെ പോരാട്ടം നിർത്തുന്നത് വരെ 23 പേരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. വിശിഷ്യ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിനേക്കാളുപരി ഈ ഒരു വാർഡിന്റെ മെമ്പർ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം ഏതറ്റം വരെയും ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ P സോമരാജൻ, M സിബഹത്തുള്ള, KT ഹംസപ്പ, KV അമീർ, K രവികുമാർ, M അലി, A അനിൽകുമാർ, M ജിഷ, ഷമീർ പുത്തൻകോട്ടിൽ, ബഷീർ പടുകുണ്ടിൽ, നിജാസ് ഒതുക്കുംപുറത്ത്, C മുഹമ്മദ് അലി, സജ്ന കളത്തിൽ, ഉസ്മാൻ പള്ളിപ്പറ്റ, പൂതാനി നസീർ ബാബു, P ഗോപാലൻ, P സൈനുദ്ദീൻ, V അബ്ദുള്ള, P നാസർ, K ഹരിദാസൻ, VP ഉമ്മർപ്പ, അക്ബർ കരുവള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. സമരസമിതി നേതാക്കൾ പഞ്ചായത്ത് അധികൃതർക്ക് മെമ്മോറാണ്ടം കൈമാറി.
പഞ്ചായത്ത് അധികൃതർ, ജില്ലാ കളക്ടർ, ജിയോളജി വകുപ്പ് എന്നിവയ്ക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയിലും സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധ പ്രകടനത്തിലും ധർണയിലും പങ്കെടുത്തത്. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് വനത്തോട് ചേർന്നുള്ള ക്വാറികളുടെ പ്രവർത്തനമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകനും സാഹിത്യകാരനുമായ KPS പൈനേടം. പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രകമ്പനം വന്യമൃഗങ്ങളുടെ സ്വൈരജീവിതത്തെ ബാധിക്കുന്നതിനാലാണ് അവ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പല കാരണങ്ങളിലൊന്ന് കാട്ടിൽ ഭക്ഷണം കിട്ടായികയുണ്ട്, കാട്ടിൽ വെള്ളം കിട്ടായികയുണ്ട്, കാടിന്റെ വിസ്തൃതി ഉൾക്കാമ്പ് കുറഞ്ഞത് കാരണമുണ്ട്, പല കാരണമുണ്ട്. ഒരു കാരണം ഒന്ന് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റാത്ത വിധത്തിൽ കാടിനകത്ത് പൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ കോറികളുടെ ഈ സ്ഫോടക വസ്തുക്കളാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികളുടെ യാത്രായിലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒറ്റപ്പാലം ട്രാഫിക് പോലീസും ബസ് ഉടമകളും തമ്മിൽ ചർച്ച നടത്തി. ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. വിദ്യാർത്ഥികളുടെ യാത്രായിലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് ട്രാഫിക് പോലീസും ബസ് ഓണേഴ്സും തമ്മിൽ ചർച്ച നടത്തിയത്. ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. ഓഗസ്റ്റ് 1 വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കാർഡുകൾ നൽകുന്നതിന് മുൻപായി വിഷയവുമായി ബന്ധപ്പെട്ടവരെല്ലാം പ്രത്യേകം വിളിച്ചു ചേർക്കാനും ചർച്ച ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. സ്കൂൾ കോളേജുകളിലെ പ്രധാന അധ്യാപകർ, PTA പ്രതിനിധികൾ, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ, ബസ് തൊഴിലാളികൾ, ബസ് സംഘടനാ നേതാക്കൾ എന്നിവരുമായും പ്രത്യേക ചർച്ചകൾ നടത്താനാണ് തീരുമാനം. ചർച്ചകളിലൂടെ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ നടപ്പാക്കും. ഒറ്റപ്പാലം ട്രാഫിക് SI വിനോദ് B നായർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PA അജിത്, ബസ് ഉടമകളും യോഗത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വിളിയൂർ ഗവൺമെന്റ് UP സ്കൂളിന് സമീപം ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ചു. ആർക്കും കാര്യമായ പരിക്കില്ല. തിങ്കളാഴ്ച രാവിലെ ഇതേ സ്ഥലത്ത് വെച്ചായിരുന്നു നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. പുലാമന്തോൾ ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷ വിളയൂർ സ്കൂളിന് സമീപത്തോട് ചേർന്നുള്ള വഴിയിലേക്ക് തിരിക്കുന്നതിനിടെയാണ് എതിരെ വന്ന പെട്ടി ഓട്ടോറിക്ഷ ഇടിച്ചത്. തുടർന്ന് പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു. ഇരുവാഹനങ്ങളുടെയും മുൻവശം തകർന്നിട്ടുണ്ട്. ഡ്രൈവർമാർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. താഴേക്കോട് മാട്ടറക്കലിലെ വീട്ടിലെ കോഴിക്കൂട്ടിൽ കയറിയ പെരുമ്പാമ്പിനെ മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ പിടികൂടി. പെരുമ്പാമ്പ് കോഴിയെ വിഴുങ്ങിയിരുന്നു. താഴേക്കോട് മാട്ടറക്കലിൽ മട്ടത്തിൽ വീട്ടിൽ അന്തോണിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് പെരുമ്പാമ്പ് കയറിയത്. കോഴിയെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ പിടികൂടി. വീട്ടുകാർ അറിയിച്ചതിനനുസരിച്ചാണ് ട്രോമ കെയർ പ്രവർത്തകർ എത്തിയത്. കേരള വനംവകുപ്പ് സ്നേക്ക് റെസ്ക്യൂവർമാരും ട്രോമ കെയർ വളണ്ടിയർമാരുമായ യൂണിറ്റ് ലീഡർ ഷുഹൈബ് മാട്ടായ, ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി, പ്രസിഡന്റ് ഷെഫീദ് പാതായ്ക്കര എന്നിവർ ചേർന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. പാമ്പിന് നിലമ്പൂർ അമരമ്പലം സൗത്ത് ഫോറസ്റ്റ് RRT ഉദ്യോഗസ്ഥർക്ക് കൈമാറി. വാണിയംകുളം പുലാച്ചിത്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിന് തുടക്കമായി. ശശിമേനോൻ മങ്ങാട്ട് ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു. വാണിയംകുളം പുലാച്ചിത്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിന് തുടക്കമായത്. ശശിമേനോൻ മങ്ങാട്ട് ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു. പ്രത്യേക പൂജകളും വഴിപാടുകളും രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടക്കും. കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞിയും ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണെന്നും വഴിപാടുകൾക്കായി മുൻകൂർ ചീട്ടാക്കണമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഭക്ത്യാദര ചിന്തകളുമായി വീണ്ടും ഒരു കർക്കിടകം കൂടി വന്നെത്തിയിരിക്കുന്നു. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് രാമായണ മാസം കൂടിയാണ് കർക്കിടകം. ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലുമെല്ലാം രാമായണ പാരായണം ചെയ്യുന്നത് കർക്കിടക മാസത്തിന്റെ പ്രത്യേകതയാണ്.
ഭക്തിയും ഈശ്വരചിന്തയും പ്രാർത്ഥനയും ഒത്തുചേരുന്ന പുണ്യമാസമാണ് കർക്കിടകം. രാമായണ മാസമായി ഹൈന്ദവ വിശ്വാസികൾ കർക്കിടകത്തെ കരുതി പോരുന്നു. ക്ഷേത്രദർശനം നടത്തുന്നതും രാവിലെയും വൈകിട്ടും ഗൃഹങ്ങളിൽ രാമായണം പാരായണം ചെയ്യുന്നതുമെല്ലാം ഈ മാസത്തെ പ്രത്യേകതയാണ്. പഴമക്കാരുടെ ഓർമ്മകളിൽ പഞ്ഞമാസമാണ് കർക്കിടകം. തോരാത്ത മഴയും രോഗങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ കാലം. ഇതിൽ നിന്നെല്ലാമുള്ള രക്ഷയായാണ് കർക്കിടകത്തിൽ വിശ്വാസികൾ രാമനാമജപം നടത്തുന്നത്. മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ആധ്യാത്മിക ചിന്തയിലും ഭക്തിയിലും മുഴുകി വിശ്വാസികൾ കർക്കിടകത്തിൽ മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നു. വിഘ്നങ്ങൾ അകറ്റാനുള്ള പൂജകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവയും കർക്കിടകത്തിൽ ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്നു. ആയുർവേദ ചികിത്സയ്ക്കും പ്രാധാന്യമേറിയ മാസമാണ് കർക്കിടകം. കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി, കർക്കിടക കൂട്ട എന്നിവ പ്രസിദ്ധം. ഭക്ത്യാതരമായ ഒരു കാലത്തിൻ്റെ പ്രതീകമായാണ് ഇന്നും കർക്കിടകത്തെ വിശ്വാസികൾ കരുതി പോരുന്നത്. പെരിന്തൽമണ്ണയിൽ നടന്ന ജൂനിയർ സംസ്ഥാന വുഷു ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ജില്ല ചാമ്പ്യന്മാരായി. മലപ്പുറം ജില്ല 2ാം സ്ഥാനവും തിരുവനന്തപുരം ജില്ല 3ാം സ്ഥാനവും നേടി. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിൽ പെരിന്തൽമണ്ണ സേക്രഡ് ഹെർട്ട് സ്കൂളിലാണ് സംസ്ഥാന സബ് ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പ് നടന്നത്. 14 ജില്ലകളിൽ നിന്നായി 450 വുഷു താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. വ്യക്തിഗത പ്രകടനമായ തൗലു, ഫൈറ്റിംഗ് ഇനമായ സാൻഷു എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി 15നും 18നും ഇടയിൽ വയസ്സുള്ള ജൂനിയർ താരങ്ങളാണ് വുഷു ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചത്. ചാമ്പ്യൻഷിപ്പിൽ 208 പോയിന്റുമായി കോഴിക്കോട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. 167 പോയിന്റോടെ മലപ്പുറം ജില്ല 2ാം സ്ഥാനം നേടി. 51 പോയിന്റുള്ള തിരുവനന്തപുരം ജില്ലയ്ക്കാണ് 3ാം സ്ഥാനം. സമാപന ചടങ്ങിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി മുഖ്യാതിഥിയായിരുന്നു. വിജയികൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ ട്രോഫികൾ സമ്മാനിച്ചു. സംസ്ഥാന വിജയികൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. മഴ ശക്തമായി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടത്ത് പാലം വേണമെന്ന ആവശ്യം വീണ്ടും ഉയരുന്നു. നിലവിലെ കോസ്വേയിൽ ഇടയ്ക്കിടെ വെള്ളം കയറുന്നതിനാൽ ഇതുവഴിയുള്ള യാത്ര പലപ്പോഴും മുടങ്ങുന്ന സ്ഥിതിയാണ്. കോൽപ്പാടത്ത് പാലം പണിയുമെന്ന പഴയ വാഗ്ദാനം നടപ്പായില്ല. തെങ്കര കാഞ്ഞിരപ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നത് ഈ കോസ്വേയാണ്. ശക്തമായൊരു മഴ പെയ്താൽ കോസ്വേ വെള്ളത്തിലാവും. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. കോസ്വേ മൂടിയാൽ മണിക്കൂറുകളോളം കാത്തിരിക്കണം ഇതുവഴി യാത്ര പുനരാരംഭിക്കാൻ. കോസ്വേയിൽ അപ്രതീക്ഷിതമായി വെള്ളം കയറുന്നതിനാൽ അപകട സാധ്യതയും ഏറെയാണ്. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ മണ്ണാർക്കാട് വഴിയോ ആനമൂളി വഴിയോ ചുറ്റി വേണം യാത്ര ചെയ്യാൻ. മഴയിൽ മരങ്ങളും മറ്റും ഒലിച്ചുവന്ന് കോസ്വേയുടെ അടിഭാഗത്ത് തങ്ങി വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് കോസ്വേയിലേക്ക് വെള്ളം കയറും. മുൻ MLA KV വിജയദാസിന്റെ കാലത്ത് പാലം നിർമ്മിക്കുന്നതിനുള്ള ശ്രമം നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കാൻ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. പാലത്തിനായുള്ള സർവേയും നടത്തി. എന്നാൽ സ്ഥലമെടുപ്പ് വിജയിക്കാത്തതിനാൽ ശ്രമം മുന്നോട്ടു പോയില്ല. നിലവിലെ MLA K ശാന്തകുമാരിയും മണ്ണാർക്കാട് MLA N ഷംസുദ്ദീനും പാല നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപനം നടത്തിയെങ്കിലും നടന്നില്ല. പെട്ടെന്ന് കരകവിഞ്ഞ് ഒഴുകാറുണ്ട്, ഗതാഗതം തടസ്സപ്പെടാറുണ്ട്. ഈ ആളുകൾ പിന്നെ ചുറ്റിയാണ് പോകേണ്ടി വരിക, കറങ്ങിയാണ് പോകേണ്ടി വരിക. ആ ഭാഗത്തുള്ള ആളുകൾ ആളുകൾ നമ്മളെ റിലേഷൻ തന്നെ അവസാനിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും പാലം വേണം. അതിന് MLA ഫണ്ട് പാസ്സായിട്ടുണ്ട്. മറ്റേ വിജയകുമാർ അന്തരിച്ചുപോയ MLAയുടെ ഫണ്ട് പാസ്സായിട്ടുണ്ട്. പക്ഷേ അത് ഈ സാമ്പത്തിക വർഷത്തിൽ ആരംഭം തുടങ്ങുന്നതാണ്. എസ്റ്റിമേറ്റ് മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, സർവേ എല്ലാം കഴിഞ്ഞു. അതിൻ്റെ പ്രോസസ്സ് എവിടെ വരെയാണെന്ന് അറിയില്ല. അതിൻ്റെ അധികൃതർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ബ്ലോക്ക് പഞ്ചായത്തായിരിക്കും നേരിട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം അത് പാലം വരേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. ഇവിടെ മുഴുവൻ കുടുംബങ്ങളും സമ്മതം നൽകി ആവശ്യമായിട്ടുള്ള ഭൂമിയൊക്കെ ഏറ്റെടുത്ത് ഇറക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് വരേണ്ടതാണ് കാര്യം. ഓരോ മഴക്കാലം വരുമ്പോഴും ഈ യാത്രയും ദുരിതങ്ങളും ബുദ്ധിമുട്ടും ഏറി വരികയാണ്. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പാലമാണ്. അപ്പം പുതിയ പാലം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവകാശമാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ ഘടകങ്ങളും, ഗവൺമെൻറ് എല്ലാ ഘടകങ്ങളും ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ അത് ചെയ്യണമെന്നാണ് അറിയിക്കാറ്. മഴക്കാലം തുടങ്ങിയാൽ നാട്ടുകാർ പാലം വേണമെന്ന മുറവിളിയുമായി രംഗത്ത് വരുന്നത് പതിറ്റാണ്ടുകളായുള്ള പതിവാണിത്. മഴക്കാലം കഴിയുന്നതോടെ മുറവിളി അവസാനിക്കുകയും ചെയ്യും. പാലം യാഥാർത്ഥ്യമാവണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഒരു ഇടവേള കൂടി.
വാർത്തകൾ തുടരുന്നു. ചെറുപ്പശ്ശേരി പട്ടാമ്പി റോഡിൽ പൊട്ടച്ചിറയിൽ അപകട ഭീഷണിയായി നിന്നിരുന്ന മരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റി. പ്രദേശത്ത് മരങ്ങൾ റോഡിലേക്ക് പൊട്ടി വീണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് പതിവാണ്. ചൊവ്വാഴ്ച രാവിലെ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും കടപുഴകിയ മരമാണ് അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്നത്. കാലപ്പഴക്കത്താൽ ദ്രവിച്ച മരത്തിന്റെ കടഭാഗം മുറിഞ്ഞ് മറ്റൊരു മരത്തിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ഏതു നിമിഷം റോഡിലേക്ക് വീണേക്കാവുന്ന അവസ്ഥയിലായിരുന്ന മരം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചു. എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും നടപടികൾ ഒന്നും ആവാത്തതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് മുറിച്ചു മാറ്റിയത്. പൊന്മുഖം മലയുടെ ഭാഗമായ പ്രദേശത്ത് പഴക്കം ചെന്ന മരക്കൊമ്പുകൾ പൊട്ടിവീണ് അപകടമുണ്ടാകുന്നത് പതിവായിരുന്നു. റോഡിലേക്ക് അപകട ഭീഷണിയായി നിലനിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം കാലങ്ങളായി ഉയരുന്നുണ്ടെങ്കിലും വേണ്ട നടപടികളൊന്നും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. കാറൽമണ്ണയിൽ പഞ്ചതന്ത്രം കഥകളി മഹോത്സവത്തിന് അരങ്ങൊരുങ്ങുന്നു. വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റും ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന കഥകളി മഹോത്സവത്തിന് ജൂലൈ 20 തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സിന്റെ തൃശൂർ റീജിയണൽ സെന്ററും വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റും സംയുക്തമായാണ് പഞ്ചരാത്രം കഥകളി മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ജൂലൈ 20 മുതൽ 24 വരെ 5 ദിവസങ്ങളായി കാറൽമണ്ണ വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിൽ വെച്ച് നടക്കുന്ന കഥകളി മഹോത്സവത്തിൽ കേരള കലാമണ്ഡലത്തിലെ വടക്കൻ തെക്കൻ വിഭാഗങ്ങളിലെ കലാകാരന്മാർ 10 കഥകൾ അവതരിപ്പിക്കും. കഥകളിക്ക് പുറമെ കഥകളിയുടെ വ്യാകരണ വിഷയങ്ങളെ സംബന്ധിക്കുന്ന പഠനാർഹമായ സംവാദങ്ങളും ഇത്തവണ പഞ്ചരാത്രം കഥകളി മഹോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ പഞ്ചരാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു കഥകളി ഉത്സവം ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായി തുടങ്ങിയത്. അത് ഞങ്ങൾ തനിച്ചല്ല, IGNCA കൂടി കൊളാബറേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തതാണ്. അതിൻ്റെ 2ാമത്തെ പതിപ്പാണ് ഈ 20 മുതൽ 24 വരെ കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ കാറൽമണ്ണയിലുള്ള ഹാളിൽ വെച്ച് അരങ്ങേറുന്നത്. അതിൻ്റെ കാര്യപരിപാടികളും നോട്ടീസെല്ലാം തന്നിട്ടുണ്ട്. കലാമണ്ഡലത്തിനകത്ത് ഇപ്പോൾ ഈ മേഖലയിൽ ഏറ്റവും വിദഗ്ധരായ അധ്യാപകരുടെ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. 5 ദിവസവും അവരിൽ എല്ലാവർക്കും പ്രധാനപ്പെട്ട അവസരങ്ങൾ നൽകുന്ന രീതിയിൽ ഉള്ളടക്കത്തെ ക്രമീകരിച്ചു എന്ന് മാത്രമല്ല, ഈശപ്പള്ളി രാജീവിനെ പോലെ, ശ്രീ സദനം ഭാസിയെ പോലെ, കേശവൻ കുണ്ടലായനെ പോലെ പുതിയ കാല കഥകളിയിൽ ഏറ്റവും ശ്രദ്ധേയരായി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പഞ്ചരാത്രത്തിൻ്റെ ഒരു ഉള്ളടക്കത്തെ നമ്മൾ ക്രമീകരിച്ചെടുത്തത്. ഓരോ കലാകാരനും ഏതാണ് ചെയ്യാൻ പറ്റുക, ഏത് ചെയ്താലാണ് ഏറ്റവും ശോഭിക്കുക എന്ന് ചിന്തിക്കുകയും ഏറെ നാളത്തെ ഗൃഹപാഠങ്ങൾ, ചർച്ചകൾ ഒക്കെ നടത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഈ മേഖലയിൽ ഇതൊരു പുതിയ ചലനമുണ്ടാക്കും എന്ന പ്രത്യാശ കൂടി ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സും വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റും സംയുക്തമായി 2ാം തവണയാണ് പഞ്ചരാത്രം കഥകളി മഹോത്സവം സംഘടിപ്പിക്കുന്നത്. കഥകളിയിലെ ശൈലീഭേദങ്ങളെ എടുത്തുകാട്ടുകയും കലാകാരന്മാർക്ക് അവരുടെ സർഗാത്മകമായ കഴിവുകളെ അവതരിപ്പിക്കാൻ വേദി ഒരുക്കുകയാണ് പഞ്ചരാത്രത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. രംഗാവതരണങ്ങൾക്ക് പുറമെ സംവാദങ്ങളും സംഭാഷണങ്ങളും പുതിയ സമീപനങ്ങളുടെ വിലയിരുത്തലുകളും ഉൾപ്പെടെ വിപുലമായ പദ്ധതി മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി അച്യുതൻ TK, KB രാജാനന്ദ്, IGNCA തൃശൂർ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ മാൻസി രഘുനന്ദൻ, പ്രൊജക്ട് മാനേജർ ആനന്ദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലപ്പുഴ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്തത്. ചൊവ്വാഴ്ച രാവിലെ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ഇവിടുത്തെ കുറച്ചുകൂടെ പഴമക്കാർക്ക് തന്നെയാണ് അറിയാം. പുതിയ തലമുറ പ്രാധാന്യത്തോടെ അറിയും. ഓരോ കാലാവസ്ഥക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ കഫം, പിത്തം അങ്ങനത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഓരോ ഋതുക്കളും മാറുമ്പോൾ, മഴ വരുമ്പോൾ, മഞ്ഞുകാലം വരുമ്പോൾ, ചൂടുകാലം വരുമ്പോൾ, അങ്ങനെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ രോഗാവസ്ഥകൾ അല്ലെങ്കിൽ
പലതരത്തിലുള്ള പ്രതിസന്ധികൾ ശരീരത്തെ ബാധിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനനുസൃതമായ ചികിത്സാ രീതികളാണ് നാം കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചു പോകുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതാണ് കർക്കിടകം വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് കുറച്ച് റെസ്റ്റ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ, ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിന് വരാൻ പോകുന്ന അസുഖങ്ങൾ ഡോക്ടറോട് സൂചിപ്പിച്ചു നാളെ വന്നേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നതിന് മുന്നോടിയായി അതിനൊരു കവചം എന്നുള്ള രൂപത്തിൽ, അതിനൊരു പ്രതിരോധം എന്നുള്ള രൂപത്തിലാണ് ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ നമ്മൾ എടുത്തു പോകുന്നത്. ചൊവ്വാഴ്ച മുതൽ തുടർച്ചയായ 10 ദിവസങ്ങളാണ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നത്. രാവിലെ 10 മണി മുതൽ 11 മണി വരെ ഡിസ്പെൻസറിയിൽ എത്തുന്നവർക്ക് ഔഷധക്കഞ്ഞി ലഭ്യമാകും. വാർഡ് മെമ്പർ സാലിമ സിദ്ദീഖ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഷബാന SM, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി VM മുസ്തഫ, മുജീബ്, സെലീന, VP നൌഫൽ, വിനോദ് പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. കാട്ടുകുളം ശ്രീ പരിയാനംപറ്റ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ പരിപാടികൾക്ക് തുടക്കമായി. കർക്കിടകം 1 മുതൽ ആരംഭിക്കുന്ന രാമായണ പാരായണത്തിൽ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാം. ജൂലൈ 19 30 വെള്ളിയാഴ്ച ശ്രീകൃഷ്ണപുരം നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണവും രാവിലെ 10:30 പ്രസാദഊട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ആഗസ്റ്റ് 3 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ കുട്ടികൾക്ക് ഒരു രാമായണ ദിവസം എന്ന പേരിൽ 17 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രാമായണ പാരായണത്തിന് അവസരം നൽകുന്നതാണ്. പരിപാടിയിൽ ശ്രീകൃഷ്ണപുരം D വേണുഗോപാൽ പങ്കെടുക്കും. ജൂലൈ 21 ഞായറാഴ്ച സമ്പൂർണ്ണ രാമായണ പാരായണം ഉണ്ടായിരിക്കും. താൽപ്പര്യമുള്ള ആളുകൾക്ക് പാരായണത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഓഗസ്റ്റ് 9 രാവിലെ ക്ഷേത്രം തന്ത്രി ഈയക്കാട്ടുമനയ്ക്കൽ നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ലക്ഷാർച്ചന ആരംഭിക്കും. തുടർന്ന് വൈകുന്നേരം കളഭാഭിഷേകവും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് 10 വൈകുന്നേരം സർവൈശ്വര്യ പൂജ, ഓഗസ്റ്റ് 11 രാവിലെ പ്രത്യക്ഷ ഗണപതി ഹോമം, ആനയൂട്ട്, പ്രസാദൂട്ട്, ശ്രീ പരിയാനംപറ്റ കലാക്ഷേത്രം കുട്ടികളുടെ മേളം എന്നിവ ഉണ്ടായിരിക്കും. കർക്കിടകം 1 മുതൽ 7 ദിവസം ക്ഷേത്രത്തിൽ മരുന്നുകഞ്ഞിയും ഉണ്ടാവും. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാത്ത ചെറുപ്പശ്ശേരിയിലെ ബസ് സ്റ്റാൻഡിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് രംഗത്ത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാൻ ആവാത്തത് അധികാരികളുടെ ഉത്തരവാദിത്തമില്ലായ്മയുടെ ഉദാഹരണം ആണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KK അസീസ് പറഞ്ഞു. ഇത് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടുന്ന ഏതാണ്ട് 1 കോടിയിലേറെ രൂപയാണ് ഇങ്ങനെ ദുർവ്യയം ചെയ്തുകൊണ്ട് നഗരസഭാ ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട്, അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറ്റകരമായ അനാസ്ഥയുടെ ഒരു മകുടോദാഹരണമാണ് ഇവിടെ നമുക്ക് ദർശിക്കാൻ വേണ്ടി കഴിയുന്നത്. പൊതുജനങ്ങളുടെ സമ്പത്താണ് ഇവിടെ വിനിയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് കുറ്റമറ്റ രീതിയിൽ വിനിയോഗിക്കുകയും ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന ബോധ്യം ആർക്ക് വേണം? ഭരണസമിതിക്ക് വേണം. ദൗർഭാഗ്യവശാൽ ചെർപ്പശ്ശേരി നഗരസഭയുടെ ഭരണസമിതിക്ക് അത് ഇല്ലാതെ പോയി എന്നത് വളരെയധികം ദൗർഭാഗ്യകരമാണ്. RTA അംഗീകാരം ഇതിനില്ല. ഒരു ബസ് സ്റ്റാൻഡ് ആകുമ്പോൾ ആദ്യമായിട്ട് RTO അംഗീകാരങ്ങളാണ്, അതില്ല. അപ്പോൾ അതിനാവശ്യം ആദ്യം ഇതിൻ്റെ ആക്സസ് തയ്യാറാക്കണം. ഈ ആക്സസ് വിശാലമായ രീതിയിൽ 2 ബസ്സുകൾക്ക് ഫ്രീ ആയിട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയർമാൻ പറയുന്നത് കേട്ടും എന്താണ് കിണറിന് സ്ലാബിട്ട ഇതിൻ്റെ പ്രശ്നം. കിണറിന് സ്ലാബിട്ടുകൊണ്ട് മാത്രം തീരില്ല. ഇവിടെ ഒരു ബസ് 2 ബസ്സുകൾക്ക് സുഖമായി കയറി ഇറങ്ങി പോകാനുള്ള സൗകര്യം ഉണ്ടാവണം. അതിപ്പോൾ ഇല്ല. അത് ഉണ്ടാക്കുന്നതിന് ഇതിൻ്റെ ഈ സ്ഥലം സംഭാവന ചെയ്ത സ്ഥലമുടമകളുമായി ചർച്ച ചെയ്ത് അതിന് തീരുമാനങ്ങൾ ഉണ്ടാക്കണം. അതിനുള്ള സ്ഥലം ലഭ്യമാക്കണം. അതല്ലെങ്കിൽ മറ്റൊരു ആക്സസ് വേറെ കണ്ടെത്തണം. അത് ഏത് രീതിയിലാണെങ്കിൽ അത് കണ്ടെത്താതെ ഇങ്ങനെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? മാത്രമല്ല ഈ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളൊക്കെ കാട് പിടിച്ച് കിടക്കും. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താ കണ്ടല്ലോ. ശുനകന്മാരുടെയും അതുപോലെ തെരുവ് പട്ടികളുടെ വിഹാര കേന്ദ്രം. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു 6:30 മണിയായി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ വന്നാൽ സാമൂഹ്യ വിരുദ്ധരുടെ അതുപോലെ അനാശാസ്യ പ്രവർത്തകരുടെ ഒക്കെ കേന്ദ്രമായിട്ട് ഈ ബസ് സ്റ്റാൻഡ് മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ നികുതി പണം അത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് ഈ ഭരണസമിതിക്ക് അവകാശപ്പെടാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. ചെർപ്പശ്ശേരിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് നിങ്ങൾക്കറിയാമല്ലോ. എത്രമാത്രം ഇപ്പോൾ ഒരു 3 മണിക്ക് ശേഷം ഇവിടുന്ന് ഒരാൾക്ക് മഞ്ചക്കല്ലിലേക്ക് പോകാൻ, അല്ലെങ്കിൽ മഞ്ചക്കല്ലിൽ നിന്ന് ഒരാൾ ടൗണിലേക്ക് വരാൻ മണിക്കൂറുകൾ ബ്ലോക്കിൽപ്പെട്ടിട്ടാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ പലരും അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു. ബ്ലോക്കിൽപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം അവർക്ക് ഒരു മോട്ടോർ സൈക്കിൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. റോഡ് ആകെ ചെളിക്കുളമായി മാറിയിരിക്കുകയാണ്. നവീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ജീവിതമാകെ ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്.
നെല്ലായി ഇരുമ്പിലാശ്ശേരി യു പി സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ PTA ജനറൽ ബോഡി യോഗവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് കെ മജീദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപിക നസീറ, SRG കൺവീനർ നൌഷീദ, സ്റ്റാഫ് സെക്രട്ടറി കെ ഷർഫുദ്ദീൻ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴ തുടരുന്നു. പാലക്കാട് വീട് തകർന്ന് അമ്മയും മകനും ദാരുണാന്ത്യം. ആലത്തൂർ സ്വദേശികളായ സുലോചന, രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. മഴയിൽ ചെറുപ്പശ്ശേരി ടൗണിലെ പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. മണാർക്കാട് മരം വീണ് വീടുകൾ തകർന്നു. മഴ കനത്തതോടെ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. 3 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. പുഴയുടെ ഇരുകരയിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. കഴിഞ്ഞ ദിവസം അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്രം മുഷാവറാംഗവും സമസ്ത പാലക്കാട് പ്രസിഡന്റുമായ സെയ്ദ് KPC തങ്ങളുടെ ഭൗതിക ശരീരം വല്ലപ്പുഴ നജാത്ത് ക്യാമ്പസിൽ കബറടക്കി. കനത്ത മഴയിലും നിരവധി പേരാണ് തങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. ജനങ്ങളുടെ സ്വൈര്യജീവിതത്തെ ബാധിക്കുന്ന കോറിക്കെതിരെ സമരം. എടത്തനാട്ടുകര കോറി ക്രഷർ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ അലനല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധർണ നടത്തി. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ കോറികളും കാരണമാകുന്നുണ്ടെന്ന് സാഹിത്യകാരൻ KP പയ്യനേടം. പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത ആസാം പെൺകുട്ടിയെ പെരിന്തൽമണ്ണയിൽ എത്തിച്ച് പീഡിപ്പിക്കുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. ആസാം സ്വദേശി ജാഹിദുൽ ഇസ്ലാം, തച്ചനാട്ടുകര സ്വദേശി ഷഹനാസ് ഷിബിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.